ഞങ്ങൾ ഗാന്ധിയുടെ വഴിയിലൂടെ നടന്നു നോക്കി, ഇനി ഞങ്ങൾ ഭഗത് സിംഗിന്റെ പാത സ്വീകരിക്കും. ജാർഖണ്ഡിൽ നിന്ന് ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന ഈ വാക്കുകൾ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്. റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾക്കും അഴിമതിക്കുമെതിരെ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ സമാധാനപരമായ സമരങ്ങൾ അവസാനിപ്പിച്ച് തെരുവിലിറങ്ങിയിരിക്കുന്നത്. സർക്കാരിന്റെ വെടിയുണ്ട ഏറ്റുവാങ്ങാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജാർഖണ്ഡിൽ ഇപ്പോൾ സർക്കാരിനെതിരെ പെരുമ്പറ മുഴക്കിയിരിക്കുന്നത്. JPSC, JSSC പരീക്ഷകളിലെ അനീതിക്കെതിരെ സമരം ചെയ്യുന്ന JPSC, JSSC റിഫോം മഞ്ച് ആണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. സമാധാനപരമായ സമരങ്ങളും തിരങ്ക യാത്രകളും നടന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതാണ് ഉദ്യോഗാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഓഗസ്റ്റ് 18 വരെ സർക്കാരിന് ഇവർ അന്ത്യശാസ്ത്രം നൽകിയിട്ടുണ്ട്. ഈ ഡെഡ്ലൈനിനുള്ളിൽ കാര്യങ്ങൾ അനുകൂലമായില്ലെങ്കിൽ ഓഗസ്റ്റ് 20 ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതി വളഞ്ഞ് സമരം ചെയ്യുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ JMM കോൺഗ്രസ് സഖ്യവും കടുത്ത പ്രതിരോധത്തിലാണ്. മുഖ്യമന്ത്രി വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 24 ജില്ലകളിലും മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോലം കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. അഴിമതിക്കെതിരെ യുവശക്തി നടത്തുന്ന ഈ മുന്നേറ്റം ജാർഖണ്ഡിലെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ഭൂചലനത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.